ഹേ യോൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റിൻ്റേതാണ്, മഷ്റൂം കട്ട്ലേറ്റ്. ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചതാണ്. ഇനി ഇതൊക്കെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് അധികം ഉടഞ്ഞു പോവാത്ത രീതിയിലാണ് വേവിച്ചെടുത്തത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മഷ്റൂമാണ്. അത് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താണ്. മഷ്റൂം ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിലായി കാണിക്കാതിരുന്നത്. ഇനി ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു ലെയർ ഉണ്ടല്ലോ, അതൊന്ന് പീൽ ചെയ്ത് കൊടുത്താൽ മതി. മഷ്റൂം കട്ട്ലേറ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. നമ്മൾ ഇപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ആയാലും ബീഫ് കട്ട്ലേറ്റ് ഒക്കെ ആയാലും അതിനൊക്കെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കും കേട്ടോ ഈ ഒരു കട്ട്ലേറ്റ്. അത്രയും ടേസ്റ്റാണ്. നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ അതൊക്കെ ഒരു തള്ളായിട്ടൊക്കെ തോന്നും. അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കണം. നമുക്കിനി ഇതിൻ്റെ മഷ്റൂംസിൻ്റെ അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തിട്ട് മാറ്റാം. കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തെടുക്കുക. ഇതിൻ്റെ സ്റ്റെമ്മൊന്നും കളയണ്ട കേട്ടോ. ഇതിലൊന്നും വേസ്റ്റായിട്ട് വരുന്നില്ല. ആ ഒരു പുറത്തുള്ള ആ ഒരു സ്കിന്ന് മാത്രമേ ഉള്ളൂ വേസ്റ്റായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ ഇനി ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതാ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത മഷ്റൂംസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീരെ ചെറിയ പീസസ് അല്ല ആക്കുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടൂലേ, ആ ഒരു സൈസിലുള്ള പീസസാണ് ആക്കുന്നത്. ഇനി ബാക്കിയെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിൻ്റെ സ്റ്റെംസ് ഒന്നും കളയില്ല കേട്ടോ. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മഷ്റൂംസൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മസാല റെഡിയാക്കാം. അതിന് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്താണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ളത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂണോളാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കൂടുതലങ്ങ് വെന്ത് വരണ്ട കേട്ടോ. നമ്മൾ കട്ട്ലേറ്റിലൊക്കെ ഉള്ളിയൊന്നും കൂടുതലങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റാണ്. പിന്നെ 1/4 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം പച്ചമുളക് പേസ്റ്റാക്കിയതാണ്. ഇത് ഇത്ര വേണ്ടെങ്കിൽ കുറക്കാട്ടോ. ഇത് ഭയങ്കര എരിവുള്ള ഒരു മുളകാണ്. ഞാൻ കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചേർത്താണ്. എരിവ് അത്ര ഇഷ്ടമല്ലെങ്കിൽ ഇത് കുറച്ചാൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം, ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ക്യൂമിൻ പൗഡറാണ്, ചെറിയ ജീരകം പൊടിച്ചിട്ടുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മഷ്റൂംസ് ചേർത്ത് കൊടുക്കുക. ഞാൻ 200 ഗ്രാമാണ് മഷ്റൂം എടുത്തിട്ടുള്ളത്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് നേരം 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് തന്നെ മഷ്റൂംസ് വെന്ത് വന്നോളും. കൂടുതൽ ടൈമൊന്നുമില്ല, കുക്കിംഗ് ടൈമൊന്നും വേണ്ട മഷ്റൂംസിന്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്തിന് ഇതൊന്ന് കുക്കായിട്ട് വന്നോളും. പിന്നെ നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് കഴുകി എടുത്തിട്ടല്ലേ ഉള്ളൂ മഷ്റൂംസ്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കൂടിപ്പോണ്ട് നോക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങിലൊക്കെ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ജസ്റ്റ് കളറിന് വേണ്ടി മാത്രമാണ്, എരിവൊന്നുമില്ലാത്തതാണ്. പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. എരിവ് ഇത്ര വേണമെങ്കിൽ കുറക്കാം കേട്ടോ കുരുമുളകൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്തിട്ട് വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഷ്റൂമും ഉള്ളിയും ഇതൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഞാനൊരു കൈ നിറയെ കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താണ് ഒരു കൈ നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റോളം ഞാനിതിങ്ങനെ വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ.
നമ്മൾ മസാല റെഡിയായി. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. കട്ട്ലറ്റിന് ഷേപ്പ് ചെയ്യുന്നതൊക്കെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഞാനിത് ചെറിയൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കുന്നതിന് സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത്. അത് നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അങ്ങനെ ചെയ്താൽ മതി. കൂടുതൽ അങ്ങനെ നീരിതാക്കാണ്ടെന്നാൽ മാത്രം മതി. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുമല്ലോ ഉരുളക്കിഴങ്ങ്. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കയ്യിലങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. ഇനിയെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ചെയ്തെടുത്താണ്. ഇനി ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള കോട്ട് ചെയ്തെടുക്കാനുള്ള ഐറ്റംസ് എടുക്കാം. ഞാൻ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താണ്. അതിലേക്ക് കുരുമുളകും ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒരു മുട്ട മാത്രമാണ്. പിന്നെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇത് കട്ട്ലേറ്റിൻ്റെ ഉരുളക്കിഴങ്ങ് ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് മൈദപ്പൊടിയിലൊന്ന് ആദ്യം ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. മൈദപ്പൊടിയിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ നമ്മുടെ ആ കട്ട്ലേറ്റ് വരാൻ. ഞാൻ 2 വിധത്തിലും ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ഫസ്റ്റ് മൈദയിൽ കോട്ട് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മൾ എഗ്ഗിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ക്രീം കോട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റും ക്രിസ്പിയും വരുന്നത്. അത് 2 ടൈപ്പിൽ ചെയ്തുകൊണ്ടുള്ള അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും. എന്നിട്ട് ഇതാ നമ്മൾ എഗ്ഗിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി. കട്ട്ലേറ്റിൻ്റെ ആ ഒരു പ്രൊസീജിയേഴ്സൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലൊരു വീഡിയോ ആകുമ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമല്ലോ പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എല്ലാവർക്കും അറിയുന്ന സ്റ്റെപ്പാണല്ലോ, ഞാൻ കൂടുതലങ്ങ് ബോറടിപ്പിക്കുന്നില്ല. ഇനി ബാക്കിയെല്ലാം ഇങ്ങനെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലേറ്റ് റെഡിയാക്കുമ്പോൾ ബ്രെഡ് ക്രംസിൽ നല്ലോണം ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ, പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഓയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊടിയൊക്കെ നമ്മൾ ഓയിലിലേക്കാവും. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട്ലേറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള കട്ട്ലേറ്റും കൂടെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിത് കട്ട്ലേറ്റ് ആണോ എന്ന് തോന്നിപ്പോവും. നല്ല എന്താ പറയുക, ക്രിസ്പി ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും. നോർമലി നമ്മൾ മൈദയിലൊന്നും ഡിപ്പ് ചെയ്യാതെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെയല്ല കേട്ടോ വരാൻ വേണ്ടിയിട്ട്. അത് 2 ടൈപ്പിൽ ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും ഏതാണ് ബെറ്റർ എന്നുള്ളത്, അതുകൊണ്ട് പറയുന്നതാണ്. ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. നിങ്ങളെ കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇൻഷാ അല്ലാഹ് ഇനിയൊരു നല്ലൊരു റെസിപ്പീസായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.